ഡോക്ടർ ശശി തരൂരിന്റെ അഭിമുഖവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതികരിക്കാതെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP മാധ്യമങ്ങളാണ് മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നാണ് വിമർശനം. നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കലാണ് ജോലി. കടൽ മണൽ ആർക്കും റിപ്പോർട്ട് ചെയ്യണ്ട. അവിടെ മത്സ്യത്തോടെ വഴിയാറാക്കുന്നത് ഇതാണ് റിപ്പോർട്ട്. അന്തരിച്ച CPIM കോട്ടയം ജില്ലാ സെക്രട്ടറി AV റസലിന്റെ സംസ്കാരം ഉടൻ. കോട്ടയം തെങ്ങണയിലെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുന്ന മൃതദേഹത്തിൽ നിരവധി പേരാണ് അന്ത്യാഭിവാദ്യം അർപ്പിക്കാനെത്തിയത്. ടോബി ജോൺസൺ വിവരങ്ങളുമായി. ടോബി, എപ്പോഴാണ് സംസ്കാര ചടങ്ങുകൾ? അനുജ, നേരത്തെ നിശ്ചയിച്ചതുപോലെ തന്നെ അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്ന് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇപ്പോൾ പൊതുദർശനം ഏകദേശം അവസാനിച്ചിട്ടുണ്ട്. പക്ഷേ നിരവധി പ്രവർത്തകരും ആളുകളും എല്ലാവരും ഇവിടേക്ക് AV റസലിനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തുകയാണ്. ആയിരക്കണക്കിന് പ്രവർത്തകരാണ് ഇവിടേക്ക് രാവിലെ മുതൽ തന്നെ ഒഴുകിയെത്തുന്നത്. ആ നീണ്ട നിര, പൊതുദർശനത്തിന് വേണ്ടിയുള്ള ആ നീണ്ട നിര ഇപ്പോഴും അവസാനിക്കാതെ നീണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സംസ്കാര ചടങ്ങുകളിലേക്ക് കടന്നിരിക്കുകയാണ്. നേരത്തെ വെച്ചിരുന്ന ആ ഫ്രീസറിന്റെ ഗ്ലാസുകൾ മാറ്റി അതിൽ പുഷ്പങ്ങൾ അർപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ അന്ത്യചുംബനം നൽകാനുള്ളവരെല്ലാം അങ്ങനെ അന്ത്യചുംബനം നൽകുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കും. തെങ്ങണയിലെ വീട്ടുവളപ്പിൽ തന്നെയാണ് സംസ്കാരത്തിന് വേണ്ടിയുള്ള ചിതയൊരുക്കിയിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ ചടങ്ങുകളിലേക്ക് കടക്കും. പ്രമുഖ നേതാക്കൾ എല്ലാവരും തന്നെ ഇവിടെയുണ്ട്. ജില്ലയിലെ മുതിർന്ന നേതാവ്, CPM മുതിർന്ന നേതാവായിട്ടുള്ള വൈക്കം വിശ്വൻ ഇവിടെ രാവിലെ തന്നെ എത്തിയിരുന്നു. അതുപോലെ തന്നെ VN വാസവൻ, സജി ചെറിയൻ, P രാജീവ് തുടങ്ങിയ മന്ത്രിമാര്, ഒപ്പം തന്നെ മറ്റ് MLA മാര്, ജോസ് കെ മാണി MP, ഘടകകക്ഷികളുടെ മറ്റ് നേതാക്കൾ തുടങ്ങിയ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരെല്ലാവരും തന്നെ AV റസലിന് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി എത്തിയിരുന്നു. ഇന്നലെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ CPM സംസ്ഥാന സെക്രട്ടറിയും CPM കോട്ടയം ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തി പൊതുദർശന വേളയിൽ അന്ത്യാഞ്ജലി അർപ്പിച്ച് മടങ്ങിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ മന്ത്രിമാരും MLA മാരും അതുപോലെ തന്നെ CPM സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ അടക്കമുള്ളവർ ഇവിടെ എത്തി അന്ത്യാഞ്ജലി അർപ്പിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നേരത്തെ നമ്മൾ കഴിഞ്ഞ 2 ദിവസമായി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് CPM സംബന്ധിച്ചിടത്തോളം മധ്യ കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിൽ നിർണായകമായി നിന്ന ഒരു വ്യക്തിയാണ്. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാലയളവിലാണ് അദ്ദേഹം ഈ ഒരു സെക്രട്ടറി സ്ഥാനത്തേക്ക് കടന്നു വരുന്നത്. അതിനുശേഷം പാർട്ടിയെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങളുമായി, പാർട്ടി പ്രവർത്തകരുമായി ഒരുമിച്ച് മുന്നോട്ട് പ്രവർത്തിച്ച് പോകുന്ന ഒരു വ്യക്തിയായിരുന്നു. നമ്മൾ കാണുന്ന പോലെ തന്നെ കർക്കശക്കാരനാണെങ്കിൽ പോലും സൗമ്യമായിട്ടുള്ള ഒരു ജീവിതം നയിച്ച ഒരു വ്യക്തിയായിരുന്നു. പ്രവർത്തകർക്കിടയിൽ അദ്ദേഹത്തിനുള്ള സ്ഥാനം വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ വിയോഗം ഇത്രത്തോളം വേദനാജനകമാകുന്നതും ഈ പ്രവർത്തകർ ഇവിടേക്ക് എത്തുന്നതും. എന്തായാലും ഇപ്പോൾ മുദ്രാവാക്യങ്ങളുടെ അവസാനമായിട്ടുള്ള അവരുടെ നേതാവിന് വേണ്ടിയുള്ള മുദ്രാവാക്യമാണ് ഇവിടെ ഇറങ്ങുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ശരീരം എടുക്കും. അനുഭവം അന്തരിച്ച CPIM കോട്ടയം ജില്ലാ സെക്രട്ടറി AV റസലിന്റെ സംസ്കാരം അല്പസമയത്തിനകം ഉണ്ടാകും. കോട്ടയം തെങ്ങണയിലെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയിട്ടുണ്ട്. വൈക്കം വിശ്വൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ എത്തിയിട്ടുണ്ട്. അണികൾ, പ്രവർത്തകരൊക്കെ വലിയ വികാരവായ്പോടെയാണ് അദ്ദേഹത്തിന് അവസാന യാത്രയയപ്പ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇത് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായൊരു വിയോഗമാണ്. അദ്ദേഹം ചികിത്സയ്ക്കായി ചെന്നൈ അപ്പോളോ ആശുപത്രിയിലേക്ക് പോയതാണ്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം സൗഖ്യത്തോടെ മടങ്ങിയെത്തുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു പാർട്ടി പ്രവർത്തകരുണ്ടായിരുന്നു. എന്നാൽ വളരെ പെട്ടെന്ന് വിയോഗ വാർത്തയാണ് കഴിഞ്ഞ ദിവസം എത്തിയത്. അത് ഉൾക്കൊള്ളാവുന്നതിനും അപ്പുറത്തേക്കാണ് അപ്രതീക്ഷിതമായുണ്ടായ വിയോഗം. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ ദിവസം എത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചിരുന്നു. ഇപ്പോൾ അല്പസമയത്തിനകം സംസ്കാരം നടക്കുകയാണ്. ടോബി ജോൺസൺ തുടരുന്നുണ്ട്. ടോബി, ഇത് കോട്ടയത്തിനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് പാർട്ടിയെ സംബന്ധിച്ചും അപ്രതീക്ഷിതമായുള്ള ഒരു വിയോഗമാണ്. അതെങ്ങനെയാണ് പാർട്ടി ഉൾക്കൊള്ളുന്നത്? തീർച്ചയായിട്ടും അനുജ, പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, CPM സംബന്ധിച്ചിടത്തോളം, LDF സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടം തന്നെയാണ്. മധ്യ കേരളത്തിൽ പാർട്ടി ശക്തമായി വന്ന കാഴ്ചയാണ് നമുക്ക് കഴിഞ്ഞ കുറച്ചു നാളുകളായി കണ്ടത്. അതിനൊക്കെ ചുക്കാൻ പിടിച്ച ഒരു വ്യക്തി തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്കറിയാവുന്നതുപോലെ VN വാസവൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2019 മത്സരിക്കാൻ പോകുമ്പോൾ പകരക്കാരൻ ആര് എന്നുള്ളൊരു ചോദ്യമുണ്ടായിരുന്നു. അന്ന് താൽക്കാലിക ചുമതലയാണ് AV റസലിന് നൽകിയത്. അതിനുശേഷം 2022 ജില്ലാ സമ്മേളനത്തിൽ അദ്ദേഹത്തെ വീണ്ടും
പൂർണ്ണ ചുമതല അദ്ദേഹത്തിന് സെക്രട്ടറിയായി തെരഞ്ഞെടുത്തുകൊണ്ട് പൂർണ്ണ ചുമതല അദ്ദേഹത്തിന് നൽകുമ്പോൾ പുതിയൊരു ഘട്ടത്തിലേക്ക്, അതായത് പാർട്ടിയെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളൊരു നിർണായക ഉത്തരവാദിത്തമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അത് മികച്ച രീതിയിൽ നിറവേറ്റിയത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് കഴിഞ്ഞ ഏകദേശം മാസങ്ങൾക്ക് മുമ്പ് പാമ്പാടിയിൽ നടന്ന ആ ജില്ലാ സമ്മേളനത്തിൽ അദ്ദേഹത്തിന് ഒരവസരം കൂടി നൽകാൻ പാർട്ടി തീരുമാനിച്ചത്. അങ്ങനെ പാർട്ടി അണികളെ ഒറ്റക്കെട്ടായി നിർത്തിക്കൊണ്ടു പോകാനും നിലപാടുകൾ കൊണ്ടും ഇതിൽ ശ്രദ്ധേയമായിരുന്നു. പല നിലപാടുകൾ പാർട്ടിയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന കാര്യങ്ങളിലൊക്കെ കാർക്കശ്യത്തോടെ നിലപാടുകൾ എടുക്കുകയും സൗമ്യമായിട്ടുള്ള ജീവിതം നയിക്കുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അതാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത്. ജനങ്ങൾക്കും അതുപോലെ തന്നെ പാർട്ടി പ്രവർത്തകർക്കും വളരെ പ്രിയപ്പെട്ട ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ തന്നെ ആയിരുന്നു എന്നുള്ളതാണ് ഇവിടെ വരുന്ന ഓരോരുത്തരും പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം ഒരു ദുഃഖമാർന്ന ഒരു കാഴ്ച. പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ, മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാനെത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം റസലിന്റെ സംസ്കാരം തെങ്ങണയിലെ വീട്ടുവളപ്പിൽ നടക്കും.